നട്ടുച്ചയ്ക്ക് 12 മണിക്ക് കുളി കഴിഞ്ഞ് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരാളും ഈ നേരത്ത് കുളിക്കരുത്. ഒന്നുകിൽ രാവിലെ 10 മണിക്ക് മുന്നേ കുളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 3 മണിക്ക് ശേഷം കുളിക്കുക കേട്ടോ. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? കോൾഡ് വിട്ടു പോകണേ ഇല്ല, ഒരാഴ്ചയിലധികമായിട്ടോ. അപ്പോൾ നമ്മുടെ എൽഡർ വണ്ണിന് പരീക്ഷയുണ്ട്. അപ്പോൾ 36 കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ആൾക്ക് ബിസ്ക്കറ്റ് വേണം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറുക്കഞ്ചേരിയിലേക്ക് പോകണം, അല്ലെങ്കിൽ കോടന്നൂർക്ക് പോകണം. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ തൊട്ടുമുറ്റത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ നല്ല സുഖമാണ്. എന്ത് സാധനവും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പുതിയത്, പെർഫെക്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാടും കുറച്ച് പുരോഗമിച്ചൊക്കെ തുടങ്ങി. എക്സാമിന് പോണതല്ലേ, എന്തായാലും ഒന്ന് ചില്ലായിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ മോള് പറഞ്ഞു ബിസ്ക്കറ്റ് വേണമെന്ന്. ഞാൻ വേഗം സമ്മതിച്ചു. കാരണം എന്ന് വെച്ചാൽ എനിക്കും അതിൽ നിന്ന് 2 കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വടിയും കൊണ്ടാണ് നടക്കുന്നത്. തടഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സൈഡിലേക്കും നോക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വ്ളോഗ് എടുക്കലല്ല നടക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എക്സാം സമയത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഈ വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ വന്നിരിക്കും. നല്ല വെയിലാണേ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലം. ഉച്ചയ്ക്ക് 12 മണി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഓട്ടയിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ ബസ് വരുന്നുണ്ടോ വരുന്നില്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി എന്തായാലും മഴ പെയ്യും. കണ്ടില്ലേ, ഒരാൾ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. എന്താണാവോ എന്തോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെടുപുഴ ചർച്ച് കേട്ടോ. ഞങ്ങളുടെ നെടുപുഴ ചർച്ച് ഭയങ്കര ഫേമസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ അൾത്താരയുണ്ടല്ലോ, അത് പൊളിച്ചൊന്നും പണിയാണ്ട് നീക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പം 30 ബിസ്ക്കറ്റ് എടുത്തു നൈസായിട്ട്. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. സാധാരണ നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പോയിരുന്ന കാലത്ത് എന്തൊരു ടെൻഷനായിരുന്നു അല്ലേ. പരീക്ഷ എഴുതി വരുന്നവരെയും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ, ടെൻഷനും വെപ്രാളായിട്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ ശരിക്കും കണ്ടുപിടിക്കണം കേട്ടോ. അവർ ഭയങ്കര ചില്ല. നമ്മൾ പാരൻസ് മാറിയത് കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാണോ അതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണില്ല കേട്ടോ. എന്നാലും മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ. എന്തിനല്ലേ ആവശ്യമില്ലാതെ ടെൻഷനൊക്കെ. പരീക്ഷയുടെ അന്ന് രാവിലെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അതിന് മുന്നുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ നന്നായി പഠിക്കണം അല്ലേ. അപ്പം അന്നത്തെ ദിവസം ഒന്നും നന്നായി പഠിക്കാണ്ട് പരീക്ഷയുടെ അന്ന് രാവിലെ മാത്രം ടെൻഷൻ സ്പെഷ്യലായിട്ടുള്ള സാധനം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുട്ടികൾ ചില്ലായിട്ട് തന്നെ പോട്ടെ അല്ലേ. അവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കട്ടെ, അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അവരോടൊപ്പം തന്നെ നമുക്കും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. അവർ വളർന്ന് വലുതായി അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊപ്പം തന്നെ ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെ ഞങ്ങളുടെ ഈ നാടുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടാ. ഇഷ്ടം പോലെ കോൾപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നറിയാം ഞങ്ങളെ നാട് കാണാനായിട്ട്. ഇത് നെടുപുഴ ഒരു ജംഗ്ഷൻ പോലെ കേട്ടോ. ഇപ്പോഴാണ് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നത് കേട്ടോ. അങ്ങനെ വിശേഷം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ബസ്സും വന്നു. ബസ് വന്നപ്പോൾ എല്ലാ സുന്ദരിമണികളും അതിൻ്റെ ഉള്ളിലുണ്ട്. 2 പേര് ടാറ്റ തരുന്നു.